ഓൾ, ഏവർക്കും ലേണേഴ്സ് കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 5ാമത്തെ യൂണിറ്റായ എംബ്രേസിങ് എംപതിയിലെ ഫസ്റ്റ് ലെസൺ ആണ്. അപ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ലെസണിലേക്ക് വരാം. അപ്പോൾ ലെസൺ തുടങ്ങുന്നതിന് മുൻപായിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്കത് നോക്കാം. ഹാവ് യു എവർ റിസീവ്ഡ് എ ഗിഫ്റ്റ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഗിഫ്റ്റ് സ്വീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. നിങ്ങളോടുള്ള ചോദ്യമാണ്, നിങ്ങൾ ആൻസർ ചെയ്യുക. Did it remind you of a special event in your life or of someone you love? എന്താ പറയുന്നത്? റിമൈൻഡ് എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക. Did it remind you? ആ ഒരു സമ്മാനം അല്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് നിങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ടോ? ഇതിനെക്കുറിച്ചാണ്. Of a special event in your life. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഇവൻറ്റ്, ബർത്ത്ഡേ ഒക്കെ പോലെയുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇവൻറ്റിനെ നിങ്ങളെ ആ ഒരു ഗിഫ്റ്റ് ഓർമ്മപ്പെടുത്താറുണ്ടോ? ഓർ ഓഫ് സമ്മൺ യു ലവ്, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആരെയെങ്കിലും ഈ ഒരു ഗിഫ്റ്റ് കാണുമ്പോൾ നിങ്ങൾ റിമൈൻഡ് ചെയ്യാറുണ്ടോ, ഓർമ്മിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. ലെറ്റ് us read. അപ്പം നമുക്കിനി ഈ ഒരു ലെസൺ വായിക്കാം. ദ യെല്ലോ അംബ്രല എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ലെസണിൻ്റെ ടൈറ്റിൽ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുള്ള പിക്ചറിൽ നമുക്കൊരു യെല്ലോ അംബ്രല കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ലെസൺ വായിക്കാം. വി ഓൾ ഹാവ് മെമ്മറീസ്. നമുക്ക് എല്ലാവർക്കും മെമ്മറീസ് ഉണ്ട്, ഓർമ്മകൾ അല്ലേ? ഓർമ്മകളുണ്ട്. സം ഓഫ് ദം ആർ പ്ലസൻറ്റ്, സം ഓഫ് ദം ആർ പെയിൻഫുൾ. ചില ഓർമ്മകൾ എങ്ങനെയാണ്? പ്ലസൻ്റ് ആണ്, സന്തോഷകരമായിട്ടുള്ള ഓർമ്മകളാണ്. സം ഓഫ് ദം ആർ പെയിൻഫുൾ. ചിലത് പെയിൻഫുൾ ആയിട്ടുള്ളതാണ്, അതായത് എന്താണ്? സങ്കടകരമായിട്ടുള്ളതാണ്. നമ്മളുടെ ലൈഫ് അങ്ങനെയാണ് അല്ലേ? സന്തോഷവും സങ്കടവും ഒക്കെ കൂടി നിൽക്കുന്ന ഒന്നാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു കയറ്റം ഉണ്ടാകുമ്പോൾ ഒരു ഇറക്കം ഉണ്ടാകുമെന്ന് പറയില്ലേ? അതേപോലെ സന്തോഷം ഉണ്ടാകുമ്പോൾ സങ്കടം ഉണ്ടാകും, സന്തോഷവും സങ്കടവും ഒക്കെ ഒത്തുചേർന്നതാണ് നമ്മളുടെ ജീവിതം. വി സംടൈംസ് കം അപ്പോൺ ബാഡ് ടൈംസ്. ചില സമയങ്ങളിൽ നമ്മളുടെ ലൈഫിലെ ബാഡ് ആയിട്ടുള്ള, അതായത് മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകും. മെമ്മറീസ് ഓഫൻ മേക്ക് ദം മോർ പെയിൻഫുൾ. അങ്ങനെയുള്ള ഓർമ്മകൾ നമ്മളെ കൂടുതൽ സങ്കടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒക്കേഷണലി എ മെമ്മറി അവേക്കൻസ് ഇൻ us ദ ഡിസയർ ടു പൊസസ് സംതിങ്. അതായത് ഒക്കേഷണലി മീൻസ് വല്ലപ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്കിടെ. എ മെമ്മറി അവേക്കൻസ് ഇൻ us. മെമ്മറി മീൻസ് എന്താണ്? നമ്മളെ ഓർമ്മകൾ അല്ലേ? അവേക്കൻ എന്ന് പറഞ്ഞാൽ ഉണർത്തുക. പൊസസ് മീൻസ് ഇവിടെ കൈവശപ്പെടുത്തുക, സ്വന്തമാക്കുക എന്നൊക്കെ ഉള്ളതാണ് മീനിങ് വരുന്നത്. എന്തെങ്കിലും നമുക്ക് സഫലീകരിക്കാതെ പോയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ചില മെമ്മറീസ് നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാനൊക്കെ നമ്മളിങ്ങനെ പ്രേരിപ്പിക്കും എന്നാണ് പറയുന്നത്. The desire often has nothing to do with the intrinsic value or price of the object. എന്താണ് ഡിസയർ എന്ന് പറഞ്ഞാൽ? ആഗ്രഹം. നമ്മളുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും എന്താണ്? നമ്മൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒബ്ജക്റ്റോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ, അതിൻ്റെ വിലയോ മൂല്യമോ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് കിട്ടിപ്പോന്നിട്ടുള്ള സാധനമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ വാല്യൂയോ പ്രൈസോ ഒന്നും നമ്മൾ അപ്പം ശ്രദ്ധിക്കാറില്ല. നമ്മളുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മളത് നേടിയെടുക്കാനാണ് ശ്രമിക്കാറ്. It becomes valuable to us through its association with our memory. ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് വാല്യൂബിൾ ആയിട്ട് തോന്നുന്നത്, അതായത് മൂല്യമുള്ളതായി മാറുന്നത് എപ്പോഴാണ്? ത്രൂ ഇറ്റ്സ് അസോസിയേഷൻ വിത്ത് അവർ മെമ്മറി. നമ്മളുടെ മെമ്മറിയുമായിട്ട് അതിനൊരു അസോസിയേഷൻ മീൻസ് എന്താണ്? നമ്മളുടെ മെമ്മറിയുമായിട്ട് അത് കൂടിച്ചേർന്ന് നിൽക്കുന്ന സമയത്താണ് നമുക്കത് വളരെ വാല്യൂബിൾ ആയിട്ട് മാറുന്നത് എന്നാണ് പറയുന്നത്. A yellow umbrella may look a very trivial object to you. Trivial means നിസ്സാരമായ, ബാലിശമായ എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഒരു യെല്ലോ അംബ്രല്ല എന്ന് പറയുന്നത് ഒരു നിസ്സാരമായിട്ടുള്ള ഒബ്ജക്റ്റ് ആയിരിക്കും നമ്മൾ കാണുന്ന സമയത്ത് അല്ലേ? നമുക്കൊരു യെല്ലോ അംബ്രല്ല എന്ന് പറയുമ്പോൾ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തൊരു സംഭവമൊന്നും അല്ലല്ലോ. അപ്പോൾ അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ദാറ്റ് യു ബാഡ്ലി വിഷ് ടു ഓൺ. അത് നമുക്ക് നേടിയെടുക്കണം. അത് എന്തേ ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിപ്പം വാല്യുബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ നമ്മളത് എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്നുള്ളൊരു ചിന്ത നമ്മളുടെ മനസ്സിലുണ്ടാവില്ലേ? പക്ഷെ അങ്ങനെ ഒരു കാര്യമൊന്നും അല്ല ഒരു യെല്ലോ അംബ്രല്ല എന്നുള്ളത് എന്നാണ് പറയുന്നത്. നമ്മൾ അത്രയും ആഗ്രഹിച്ച് വാങ്ങിയെടുക്കേണ്ട ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹാസ് നോ പെർട്ടിക്കുലർ അട്രാക്ഷൻ ടു യു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക അട്രാക്ഷൻ ഒന്നും നമുക്ക് തരുന്നില്ല. ഒരു യെല്ലോ അംബ്രല്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു നിസ്സാരമായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. യുവർ പാരൻസ് ഹാവ് ബോട്ട് യു സെവറൽ അംബ്രല്ലാസ് സിൻസ് യുവർ ഫസ്റ്റ് ഇയർ അറ്റ് സ്കൂൾ.
സം ഓഫ് ദം ക്വൈറ്റ് കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ്. അപ്പോൾ നമ്മളുടെ പാരൻസ് നമുക്ക് നമ്മൾ കുഞ്ഞു കുട്ടിയായിട്ട് ഫസ്റ്റ് നമ്മൾ സ്കൂളിൽ പോകുന്ന ആ ഒരു വർഷം തൊട്ടിട്ട് നമുക്ക് പലതരത്തിലുള്ള കുടകൾ വാങ്ങി തന്നിട്ടുണ്ട്. സം ഓഫ് ദം ക്വൈറ്റ് കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ്. ചിലത് കളർഫുൾ ആണ്, അട്രാക്റ്റീവ് ആണ്, അങ്ങനെയൊക്കെ നമുക്ക് കുടകൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ദർ ഹാസ് ബീൻ നത്തിങ് സ്പെഷ്യൽ അബൌട്ട് എ യെല്ലോ അംബ്രല്ല ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ഒരു യെല്ലോ അംബ്രല്ലയ്ക്ക് വലിയൊരു പ്രാധാന്യമൊന്നും ഇല്ല അല്ലേ? നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് യെല്ലോ അംബ്രല്ലയിൽ കാണുന്നുണ്ടോ? ഇല്ല. അത് തന്നെയാണ് പറയുന്നത്. ബട്ട് ഫോർ ജോസഫ്, എ യങ് ബോയ് ഫ്രം പൽമാസ് ഇൻ ബ്രസീൽ, എ യെല്ലോ അംബ്രല്ല വാസ് സംതിങ് സ്പെഷ്യൽ. പക്ഷേ നമ്മളുടെ കാര്യം ഇതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ നമ്മളുടെ ജോസഫ് എന്ന് പറയുന്ന ഒരു യങ് ബോയ്, ഒരു ചെറിയ ആൺകുട്ടിയാണ്. ഇവിടെ നിന്നുള്ള ആളാണ്, ബ്രസീലിലെ പൽമാസിൽ നിന്ന്. അപ്പം അവന് ഒരു യെല്ലോ അംബ്രല്ല എന്ന് പറയുന്നത് സംതിങ് സ്പെഷ്യലാണ്. അവൻ അതിൽ എന്തോ ഒരു സ്പെഷ്യാലിറ്റി കണ്ടിട്ടുണ്ട്. അവനത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സ്പെഷ്യൽ ആയിട്ടുള്ള, അവൻ്റെ ലൈഫിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഒരു യെല്ലോ അംബ്രല്ല എന്ന് പറയുന്നത്. We learn about Joseph from two Brazilian filmmakers, Helena Hilario and Mario Pes. അപ്പോൾ ഈ ജോസഫിനെ കുറിച്ച് നമ്മൾ ലേൺ ചെയ്യുന്നത് ബ്രസീലിയൻ ഫിലിം മേക്കേഴ്സ് ആയിട്ടുള്ള ഹെലേന ഹിലാരിയോ ആൻഡ് മെറിയോ പീസ്, ഇവർ പേരിലൂടെയുമാണ്. ദ സ്റ്റോറി ബിഗിൻസ് വിത്ത് ഹിലാരിയോ ഗെറ്റിംഗ് എ ഫോൺ കോൾ ഫ്രം ഹർ സിസ്റ്റർ. അപ്പോൾ ഈ ഒരു സ്റ്റോറി ബിഗിൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ആരംഭിക്കുന്നത് ഹിലാരിയോയ്ക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫ്രം ഹർ സിസ്റ്റർ. ആരുടെ അടുത്തു നിന്നാണ്? ഹിലാരിയോയുടെ സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ഹിലാരിയോയ്ക്ക് ഒരു കോൾ വരികയാണ്. അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹർ സിസ്റ്റർ ഹാഡ് ബീൻ ഓൺ എ വിസിറ്റ് ടു ആൻ ഓർഫനേജ് ഇൻ പൽമാസ് വിത്ത് ക്രിസ്മസ് ഗിഫ്റ്റ് ഫോർ ദ ചിൽഡ്രൻ. അപ്പം ഹിലാരിയോയുടെ സിസ്റ്റർ എവിടെയായിരുന്നു? അവർ ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്യാൻ പോയതാണ്. എവിടെയുള്ളതാണ്? പൽമാസിലുള്ള ഒരു ഓർഫനേജ് വിസിറ്റ് ചെയ്യുകയും അവിടെയുള്ള കുട്ടികൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ്സ് കൊടുക്കാനും വേണ്ടിയിട്ട് പോയതായിരുന്നു. ദ ചിൽഡ്രൻ അറ്റ് ദ ഓർഫനേജ് വർ ഡിലൈറ്റഡ് അറ്റ് സീയിങ് ദ ടോയ്സ് ദേ വർ ഗിവൻ. അപ്പോൾ ഈ ഓർഫനേജിലുള്ള കുട്ടികളെല്ലാവരും, ഡിലൈറ്റഡ് എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നുള്ളതാണ് കേട്ടോ, ആഹ്ലാദിക്കുക. ഓക്കെ. അപ്പോൾ ഈ ഓർഫനേജിലുള്ള കുട്ടികളെല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലായിരുന്നു. എന്തുകൊണ്ടാണ്? ദ ടോയ്സ് ദേ വർ ഗിവൻ. അവർ കൊണ്ടുകൊടുത്തിട്ടുള്ള ടോയ്സ് ഒക്കെ കണ്ടിട്ടാണ് അവർക്ക് വളരെയധികം, ഓർഫനേജിലുള്ള കുട്ടികൾക്ക് കേട്ടോ, വളരെയധികം സന്തോഷമായത് എന്നാണ് പറയുന്നത്. But she noticed a boy with a mournful face who showed no interest in the toys. പക്ഷേ അവൾ നോട്ടീസ് ചെയ്യാണ്, അവൾ കാണുകയാണ് ഒരു ബോയ് വിത്ത് എ മോൺഫുൾ ഫേസ്. സങ്കടകരം എന്നുള്ളതാണ് മോൺഫുൾ, സങ്കടകരമായിട്ടുള്ള ഒരു ഫേസ്, ദുഃഖിച്ച് നിൽക്കുന്ന ഒരു ഫേസ് ഉള്ള ഒരു ആൺകുട്ടീനെ കാണുകയാണ്. ഹു ഷോഡ് നോ ഇൻട്രസ്റ്റ് ഇൻ ദ ടോയ്സ്. ആ ടോയ്സ്, ഇവർ കൊടുത്തിട്ടുള്ള ടോയ്സ് ഉണ്ടല്ലോ, ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ടോയ്സിലൊന്നും യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു ആൺകുട്ടീനെ ഇവൾ കണ്ടു. She went up to him and asked what he would like to have as a gift. അപ്പം ഇവൾ ആ ഒരു കുട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ഒരു ഗിഫ്റ്റായിട്ട് നിനക്ക് എന്താണ് വേണ്ടത് എന്ന്. ആ യെല്ലോ അംബ്രല്ല, ഒരു യെല്ലോ അംബ്രല്ലയാണ് എനിക്ക് വേണ്ടത് എന്ന് പറയാണ്, ഒരു മഞ്ഞക്കുടയാണ് വേണ്ടത്. ഹീ സെഡ്, അവൻ പറഞ്ഞു. ഹിസ് ഫേസ് സ്റ്റിൽ ഡൗൺകാസ്റ്റ്. ഡൗൺകാസ്റ്റ് വെച്ചാൽ തല കുനിച്ച് നിൽക്കാന്നാണ് കേട്ടോ. അവൻ സങ്കടത്തോടു കൂടി ഇങ്ങനെ തല കുനിച്ച് നിന്നുകൊണ്ട് തന്നെയാണ് ഈ കാര്യം പറയുന്നത്. ഹിലാരിയോസ് സിസ്റ്റർ വാസ് പസിൽഡ്. അപ്പോൾ ഹിലാരിയുടെ സിസ്റ്റർ എന്തായി? പസിൽഡ് മീൻസ് സംഭ്രമിച്ചു അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയി എന്നുള്ളതാണ് മീനിങ്. ബട്ട് സൂൺ ഷീ ഹാഡ് ദ ഹോൾ സ്റ്റോറി ഫ്രം ഹിം. അപ്പം പെട്ടെന്ന് തന്നെ ആ ഒരു കുട്ടിയുടെ അടുത്തുനിന്ന് ഈ ഒരു യെല്ലോ അംബ്രല്ലേൻ്റെ പിറകിലുള്ള കഥകളൊക്കെ ഇവൾ അറിയാണ്, ഇവളോട് പറഞ്ഞു കൊടുത്തു ആ ഒരു കുട്ടി. ഇറ്റ് വാസ് നോട്ട് വെരി ലോങ് എഗോ. ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല ഇത് സംഭവിച്ചിട്ട്. ദ ബോയ് വാസ് എമംഗ് എ ഗ്രൂപ്പ് ഓഫ് റെഫ്യൂജീസ് ഹു ഹാഡ് അറൈവ്ഡ് ഇൻ ദ കൺട്രി ഇൻ ആൻ ഓപ്പൺ ബോട്ട്. അപ്പം ഈ ഒരു ബോയ് എന്ന് പറയുന്നത് റെഫ്യൂജീസിൻ്റെ ഗ്രൂപ്പിൽ, റെഫ്യൂജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭയാർത്ഥികൾ കേട്ടോ, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്കൊക്കെ പോകുന്ന ആളുകളുണ്ടല്ലോ, അഭയാർത്ഥികളായിട്ട് പോകുന്ന, അങ്ങനെ അവരെയാണ് നമ്മൾ എന്ത് പറയുക? റെഫ്യൂജീസ് എന്ന് പറയാം, അഭയാർത്ഥികൾ. അപ്പോൾ ഈ ഒരു ബോയ് എന്താണ്? റെഫ്യൂജീസിൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. ഹു ഹാഡ് അറൈവ്ഡ് ഇൻ ദ കൺട്രി ഇൻ ആൻ ഓപ്പൺ ബോട്ട്. അവരൊരു ഓപ്പൺ ബോട്ടിലാണ് ഈ ഒരു കൺട്രിയിലേക്ക് എത്തിയത്. ദർ വർ മെനി ലൈക്ക് ഹിം ഓൾ ഓവർ ദ വേൾഡ്. അവനെപ്പോലെ ഒരുപാട് കുട്ടികൾ ഈ ലോകം മുഴുവൻ ഉണ്ട് എന്ന് പറയാണ്. റണ്ണിങ് അവേ ഫോർ ഫിയർ ഫ്രം ദെയർ കൺട്രീസ് ഓർ ത്രോൺ ഔട്ട് ഓഫ്
ത്രോൺ ഔട്ട് ആസ് അൺവാണ്ടഡ് പീപ്പിൾ. എന്താണ് പറയുന്നത്? ഒരുപാട് കുട്ടികൾ ഈ ലോകത്ത് അവനെപ്പോലെ ഉണ്ട്. അവരുടെ രാജ്യത്ത് നിന്ന്, സ്വന്തം രാജ്യത്ത് നിന്ന് ഭയം കൊണ്ട് ഓടിപ്പോകുന്നവരോ അല്ലെങ്കിൽ എന്താണ് സ്വന്തം രാജ്യത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള പീപ്പിൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടാത്ത എന്താണ് ഭാരമായിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിൽ അവരുടെ കൺട്രിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ആളുകളും ഒക്കെ ആവാം എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് എ റെയിനി ഡേ. അതൊരു മഴയുള്ള ദിവസമായിരുന്നു. ഹിസ് ഫാദർ ഓപ്പൺഡ് എ ബിഗ് യെല്ലോ അംബ്രല്ല ദാറ്റ് പ്രൊട്ടക്റ്റഡ് ദം ഫ്രം ദ റെയിൻ ആസ് ദേ വർക്ക്ഡ്. അപ്പം എന്താണ്, ഒരു മഴയുള്ള ദിവസമായിരുന്നു അത്. അവൻ്റെ ഫാദർ എന്ത് ചെയ്തു? ഒരു വലിയ ബിഗ് യെല്ലോ അംബ്രല്ല, ഒരു വലിയ മഞ്ഞ കളറുള്ള ഒരു അംബ്രല്ല ഓപ്പൺ ചെയ്തു. എന്തിനാണ് ഓപ്പൺ ചെയ്തു? ദാറ്റ് പ്രൊട്ടക്റ്റഡ് ദം ഫ്രം ദ റെയിൻ ആസ് ദേ വർക്ക്ഡ്. അവർ നടന്നു പോകുന്ന സമയത്ത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിച്ചത് എന്തായിരുന്നു? ആ ഒരു വലിയ അംബ്രല്ല ആയിരുന്നു. ദേ വർ ഗോയിങ് ടു ആൻ ഓർഫനേജ്. അവരെങ്ങോട്ടാണ് പോകുന്നത്? ഒരു ഓർഫനേജിലേക്കാണ് പോകുന്നുണ്ടായിരുന്നത്. ഹിസ് ഫാദർ ലെഫ്റ്റ് ഹിം അറ്റ് ദ ഓർഫനേജ്. അപ്പം ഇവൻ്റെ ഫാദർ ഇവനെ ഓർഫനേജിൽ ആക്കുകയാണ്. ഓർഫനേജിൽ വിട്ടിട്ട് ഫാദർ പോയി കേട്ടോ. ദാറ്റ് വാസ് ദ ഓൺലി വേ ഔട്ട് ഫോർ ഹിം. അത് മാത്രമാണ് അദ്ദേഹത്തിന് മുൻപിലുണ്ടായിരുന്ന വഴി. ഹി ഹാഡ് ബീൻ ഔട്ട് ഓഫ് വർക്ക് ഫോർ എ ലോങ് ടൈം. അദ്ദേഹത്തിന് ജോലി ഒന്നുമില്ല, കാരണം അഭയാർത്ഥിയാണല്ലോ. അപ്പോൾ ഇവനെ നന്നായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ചിന്ത ഉള്ളൊരു ഫാദറാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മുൻപിലാകെയുള്ള വഴി എന്താണ്? ഇവനെ ഓർഫനേജിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓർഫനേജിലുള്ള കുട്ടികളുടെ കൂടെ ഇവനും നന്നായി വളരട്ടെ എന്ന് ആണ് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലേ. The only hope of survival for his son was to grow up in the orphanage. എന്താണ് ആ ഒരു ഫാദർ ചിന്തിച്ചിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ മകൻ നന്നായി വളർന്നു വരണമെങ്കിൽ അവനെ ഓർഫനേജിലാക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഏതൊരു അച്ഛനമ്മമാരായാലും തൻ്റെ മക്കൾ നന്നായി വളരണം, നന്നായി പഠിക്കണം എന്നൊക്കെയല്ലേ ചിന്തിക്കുള്ളൂ. അതേപോലെ ചിന്തിച്ച ഒരു അച്ഛനാണ്. പക്ഷെ അഭയാർത്ഥി ആയതുകൊണ്ട് തൻ്റെ മകനെ നല്ല രീതിയിൽ വളർത്താനുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ഓർഫനേജിലാക്കിയിട്ട് പോയതാണ് അവൻ്റെ നന്മയ്ക്ക് വേണ്ടി. ഓക്കെ. The boy watched as his father walked away, raindrops bouncing off the yellow umbrella. അപ്പം ഈ ബോയ് ഇങ്ങനെ കാണുകയാണ്. അവൻ്റെ അച്ഛൻ എന്താണ് അങ്ങനെ നടന്ന് നീങ്ങുകയാണ് മുന്നോട്ട്. അവനെ ഓർഫനേജിലാക്കിയിട്ട് അച്ഛൻ പോവുകയാണ്. റെയിൻ ഡ്രോപ്സ് ബൗൺസിങ് ഓഫ് ദ യെല്ലോ അംബ്രല്ല. അപ്പം മഴയുള്ള ദിവസമാണെന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു യെല്ലോ അംബ്രല്ലയിൽ മഴത്തുള്ളികൾ വീണിട്ട് ബൗൺസിങ് ഓഫ് മീൻസ് എന്താണ്? തുള്ളി തെറിച്ച് പോവില്ലേ? അപ്പോൾ അങ്ങനെ തുള്ളി തെറിച്ച് പോകുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ദാറ്റ് വാസ് ദ ലാസ്റ്റ് ടൈം ഹി സോ ഹിസ് ഫാദർ. അപ്പോൾ അതാണ് അവൻ്റെ അച്ഛനെ കണ്ട അവസാന നിമിഷം എന്ന് പറയുന്നത്. പിന്നീട് കണ്ടിട്ടില്ല. ദ യെല്ലോ അംബ്രല്ല ഹാഡ് ബിക്കം എച്ച്ഡ് ഇൻ ഹിസ് മെമ്മറി. എച്ച്ഡ് മീൻസ് മനസ്സിൽ അഗാധമായി പതിഞ്ഞു എന്നുള്ളതാണ് മീനിങ്. അപ്പം ആ ഒരു യെല്ലോ അംബ്രല്ല അവൻ്റെ കുഞ്ഞു മനസ്സിൽ അല്ലെങ്കിൽ അവൻ്റെ ഓർമ്മയിൽ അഗാധമായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് ആസ് ഇഫ് ദ യെല്ലോ അംബ്രല്ല വുഡ് യുണൈറ്റ് ഹിം വിത്ത് ഹിസ് ഫാമിലി സംഡേ. അപ്പം അവൻ്റെ ഒരു ബിലീഫാണ്, വിശ്വാസമാണ്, ഈ ഒരു യെല്ലോ അംബ്രല്ല അവൻ്റെ ഫാമിലിയുമായിട്ട് അവനെ ഒരുമിപ്പിക്കും എന്നുള്ളത്. സോ ഈ ഒരു യെല്ലോ അംബ്രല്ലയ്ക്ക് അവൻ്റെ ലൈഫിൽ അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്. യെല്ലോ അംബ്രല്ല കാണുമ്പോൾ അവൻ്റെ ഫാമിലിയുമായിട്ടുള്ള ആ ഒരു യൂണിയൻ അതൊക്കെയാണ് അവൻ്റെ മനസ്സിലുണ്ടാവുക. ഓക്കെ. അപ്പം ഈ ഒരു യെല്ലോ അംബ്രല്ല അവൻ്റെ കുടുംബവുമായിട്ട് എന്നെങ്കിലും അവനെ ഒരുമിപ്പിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. അതാണ് ആ ഒരു യെല്ലോ അംബ്രല്ലയിലുള്ള അവൻ്റെ മെമ്മറി എന്ന് പറയുന്നത്. ഹിലാരിയോ വാസ് ഇംപ്രസ്ഡ് ബൈ ദ ബോയ്സ് സ്റ്റോറി. അപ്പോൾ ഹിലാരിയോ ഈ ഒരു ബോയിൻ്റെ സ്റ്റോറിയിൽ വളരെയധികം ഇംപ്രസ്ഡ് ആയി. ഷീ തോട്ട് ഓഫ് ടേണിങ് the boy's painful memory into a work of art, a record of empathy and hope. അപ്പോൾ എന്താ പറയുന്നത്? അവൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ബോയിൻ്റെ പെയിൻഫുൾ ആയിട്ടുള്ള ഈ ഒരു ഓർമ്മ, സങ്കടകരമായിട്ടുള്ള ഈ ഒരു മെമ്മറി, ഓർമ്മ ഒരു വർക്ക് ഓഫ് ആർട്ട്, ഒരു കലയാക്കി മാറ്റണം എന്നുള്ളത്. ആ റെക്കോർഡ് ഓഫ് എമ്പതി ആൻഡ് ഹോപ്പ്, ഒരു സഹാനുഭൂതിയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ ഒരു റെക്കോർഡായിട്ട് മാറ്റണം അവൻ്റെ ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഇറ്റ് ടുക്ക് 10 years for Hilario and her associate Mario Peace to produce the animated film Umbrella, which was the first film they made as a duo. എന്താ പറയുന്നത്?
ഇറ്റ് ടുക്ക് 10 years. ഇതിന് 10 വർഷം എടുത്തു അവർ ആ ഒരു വർക്ക് ഓഫ് ആർട്ടിലേക്ക് അവൻ്റെ ആ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറി കൊണ്ടുവരാനായിട്ട്. അവരെന്താ ചെയ്തത്? ആനിമേറ്റഡ് ഫിലിം, അംബ്രല്ല എന്ന് പേരുള്ള ഒരു ആനിമേറ്റഡ് ഫിലിം ഉണ്ടാക്കി. ആനിമേറ്റഡ് ഫിലിം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കാർട്ടൂണൊക്കെ പോലെയുള്ള ഒരു ആനിമേഷൻ ആയിരിക്കും അതിലുണ്ടാവുക, ഒറിജിനൽ ആളുകളല്ല, ആനിമേഷൻ ആണ്. അപ്പം ആനിമേറ്റഡ് ആയിട്ടുള്ള അംബ്രല്ല എന്ന് പേരുള്ള ഒരു ഫിലിം ഉണ്ടാക്കി, വിച്ച് വാസ് ദ ഫസ്റ്റ് ഫിലിം ദേ മെയ്ഡ് ആസ് ഡുവോ. അപ്പോൾ അവർ ഡുവോ മീൻസ് അവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത ആദ്യത്തെ ഫിലിം ആണ് അത് എന്നാണ് പറയുന്നത്, അംബ്രല്ല എന്ന് പറയുന്നത്. ഇറ്റ് വാസ് റിലീസ്ഡ് ഇൻ 2019. അതെന്നാണ് റിലീസ് ചെയ്തത്? 2019 ഇറ്റ് റിസീവ്ഡ് ആൻ ഓസ്കാർ നോമിനേഷൻ. ഒരു ഓസ്കാർ നോമിനേഷൻ ആ ഒരു ഫിലിമിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ആൻഡ് വെൻറ്റ് ഓൺ ടു വിൻ റെക്കഗ്നീഷൻ അറ്റ് സെവറൽ ഫിലിം ഫെസ്റ്റിവൽ. ഒരുപാട് ഫിലിം ഫെസ്റ്റിവലിൽ ഈ ഒരു ഫിലിമിന് റെക്കഗ്നീഷൻ, അതായത് അംഗീകാരവും കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. Umbrella is a film that can both entertain and enlighten grown-ups and children alike. എംബ്രല്ല എന്ന് പറയുന്ന ഈ ഒരു ഫിലിം ഗ്രോൺ-അപ്സ്, അതായത് മുതിർന്നവരെയും കുട്ടികളെയും ഒരേപോലെ എൻ്റർടൈൻ ചെയ്യുകയും അതേപോലെ എൻലൈറ്റൻ എന്ന് വെച്ചാൽ എന്താണ്, അറിവുണ്ടാക്കുക അല്ലെങ്കിൽ വെളിച്ചം നൽകുക എന്നുള്ളതൊക്കെയാണ് മീനിങ് വരുന്നത്, പരിജ്ഞാനം നൽകുക എന്നൊക്കെയുള്ളതാണ്. അപ്പം ഒരേപോലെ കുട്ടികളെയും മുതിർന്നവരെയും എൻ്റർടൈൻ ചെയ്യാനും എൻലൈറ്റൻ ചെയ്യാനും ഈ ഫിലിമിന് കഴിവുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ സ്റ്റോറി ഓഫ് ലവ് ആൻഡ് ഹോപ്പ്. ഇത് പ്രതീക്ഷയുടെയും അതുപോലെ സ്നേഹത്തിൻ്റെയും സ്റ്റോറിയാണ്. ഇറ്റ് വിൽ കീപ് അവർ ഫെയ്ത്ത് ഇൻ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ഈ ഒരു സിനിമ നമ്മളുടെ വിശ്വാസത്തെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇറ്റ് വിൽ കീപ് അവർ ഫെയ്ത്ത്. ഈ ഒരു സിനിമ നമ്മളുടെ വിശ്വാസത്തെ നിലനിർത്തുന്നു. എന്തിലുള്ള വിശ്വാസത്തെയാണ്? ഇൻ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. മനുഷ്യൻ്റെ അറിവിൻ്റെയും ഉത്തരവാദിത്തത്തിൻ്റെയും മൂല്യത്തിലുള്ള നമ്മുടെ വിശ്വാസം ഈ സിനിമ നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ലെസൺ വരുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.